നിങ്ങളോട് പങ്കുവെക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പ്രേരിപ്പിച്ച ദൈവിക ദൂത് പ്രോവർബ്സിനകത്തു നിന്നുമാണ്, സദൃശ്യവാക്യങ്ങളിൽ നിന്നുമാണ്. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമെന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. The name of the Lord is a strong tower. Is a strong tower. The name of the Lord is a strong tower. The righteous run into it and they are saved. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് നാം അനുഭവിക്കുന്ന ഏതൊക്കെ ചോദ്യങ്ങളാകട്ടെ, ഏതൊക്കെ വിഷയങ്ങളാകട്ടെ, there is only one answer, there is only one solution, that is the name Jesus Christ. അതാണ് യേശു എന്ന നാമം. യേശു എന്ന നാമം is a strong tower. നമുക്ക് ഏതു സമയത്തും ഓടിച്ചെല്ലാൻ തക്കവണ്ണം കഴിയുന്ന ഒരിടമാണ്, ഒരു ടവറാണ് യേശു. നമുക്ക് ആശ്രയിക്കാൻ, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഓടിച്ചെല്ലാൻ, ആശ്രയിക്കാൻ, ട്രസ്റ്റ് ചെയ്യാൻ നമുക്കെല്ലാവരെയും കഴിയത്തില്ല. ഇന്നലെയിൽ നാം ആശ്രയിച്ചവർ ചിലപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ കാണത്തില്ല. എന്നാൽ ഇൻ എവറി സിറ്റുവേഷൻസ്, ഏതൊരവസ്ഥയിലും നമുക്ക് ധൈര്യത്തോടെ ഓടിച്ചെല്ലാൻ കഴിയുന്ന, ധൈര്യത്തോടെ ഓടിച്ചെന്ന് മുട്ടാൻ കഴിയുന്ന ഒരു വാതിലുണ്ടെങ്കിൽ, ധൈര്യത്തോടെ ഓടിച്ചെന്ന് കയറാൻ കഴിയുന്ന ഒരു ഇടമുണ്ടെങ്കിൽ, that is the tower, that is the name Jesus. അതാണ് എൻ്റെ യേശുവിൻ്റെ നാമം. എൻ്റെ യേശുവിൻ്റെ നാമം is a strong tower. രോഗത്തോടെയാണോ, രോഗത്തിലാണോ നീ, നിനക്ക് ഓടിച്ചെല്ലാം നാമത്തിൻ്റെ കീഴിൽ സൗഖ്യമുണ്ട്. ഭാരത്തോടെയാണോ, നിനക്ക് ഓടി യേശുവേ എന്ന് വിളിച്ച് ചെല്ലാം ആ നാമത്തിൽ എൻ്റെ അടുക്കലേക്ക്, യേശുവിൻ്റെ അരികിലേക്ക്, ആ ടവറിലേക്ക്. അവിടെ നമ്മുടെ ഭാരങ്ങളെ അവൻ ഏറ്റെടുക്കും. സ്വർഗീയ സമാധാനം നമ്മുടെ മേൽ പകരുവാനിടയായിത്തീരും. സ്തോത്രം. അതാണ് ബൈബിൾ, എബ്രായ ലേഖനം ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് നമുക്ക് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് വേണ്ട കൃപ പ്രാപിപ്പാനുമായി അതിധൈര്യത്തോടെ തൻ്റെ കൃപാസനത്തിനരികത്തേക്ക് ഓടിവാ എന്ന് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. അതെ, ഈ നാമം ബലമുള്ള ഗോപുരമാണ്, ബലമുള്ള ഗോപുരമാണ്. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി. അത് പ്രാപിക്കണം, നാം അത് റിസീവ് ചെയ്യണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതായത് ഈ നാമം, ഈ ടവർ എപ്പോഴും ഓപ്പണാണ്. ഇവിടുത്തെ ഡോർ അടയുന്നില്ല, ഇത് എപ്പോഴും ഓപ്പണാണ്. എന്നാൽ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്ത്? നാം ഇവിടെ ഓടിച്ചെല്ലണം എന്നുള്ളത്. നാം ഈ ടവറിൻ്റെ അരികിലേക്ക് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ആ കൃപാസനത്തിനരികത്തേക്ക്. അപ്പോൾ ഈ പഴയ നിയമത്തിൽ ഇതൊരു സ്ട്രോങ് ടവറായി കാണിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ പറയുന്നത് ഇത് അവൻ്റെ കൃപാസനമാണ്. ഈ ടവറിലേക്ക്, ഈ കൃപാസനത്തിനരികത്തേക്ക് അതിധൈര്യത്തോടെ നീ ഓടി വന്നാൽ സ്തോത്രം, തക്ക സമയത്ത് വേണ്ട കരുണയും കൃപയും നിനക്ക് കിട്ടും. നീ അത് പ്രാപിക്കണം, നീ അത് റിസീവ് ചെയ്യണം. അത് റിസീവ് ചെയ്യാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ഈ ബലമുള്ള ഗോപുരം, ഈ ടവറിലേക്ക് നാം ഓടി വരണം. ഇന്ന് പകലിൽ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് സ്വതന്ത്ര ടവറിലേക്ക് ഓടി വരുന്ന സഹോദര, സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, നിനക്ക് തക്ക സമയത്ത് വേണ്ട കരുണയും കൃപയും അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപയും പ്രാപിക്കേണ്ടതിന് നാം ധൈര്യത്തോടെ കൃപാസനത്തിനരികത്തേക്ക് അടുത്ത് ചെല്ലുക, അല്ലെങ്കിൽ ഓടി വരിക. ആ ടവറിലേക്ക് ഓടിച്ചെന്നാൽ
ആ ടവറിൽ നിന്നും സമാധാനം, സന്തോഷം, ഐശ്വര്യങ്ങൾ, ഉയർച്ചകൾ, ഹല്ലേലൂയ, നമ്മുടെ മേൽ നമ്മുടെ ദൈവം പകരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഒരു കൊടും മഴ പെയ്യുമ്പോൾ ആമേൻ ആമേൻ സ്തോത്രം, ഒരു 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 വീടിനകത്ത് ഒരു വ്യക്തി എങ്ങനെ സുരക്ഷിതനാണോ എന്നതുപോലെ ഈ ലോകത്തിൽ പല പ്രതികൂലങ്ങൾ പല രീതിയിൽ നടമാടുമ്പോൾ ഈ യഹോവ എന്ന നാമം, ഈ യേശു എന്ന നാമത്തിൻ്റെ കീഴിലുള്ളവൻ അവൻ സുരക്ഷിതനാണ്. അവൻ സുരക്ഷിതനാണ്. അവനറിയാം, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും ഭവിക്കുന്നില്ല. എൻ്റെ ദൈവം ആമേ തൻ്റെ ചിറകിൻ്റെ കീഴിലാണ് ഞാൻ. ഇതൊരു ചിറക് പോലെയാണ് ഈ നാമം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കോഴിയുടെ ചിറകിൻ്റെ കീഴിൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ ഈ നാമത്തിൻ്റെ കീഴിലാണ് ഞാനും നിങ്ങളും. ഈ നാമത്തിൻ്റെ കീഴിലാണ് നമ്മുടെ തലമുറകൾ, ആമേ നമ്മുടെ കുടുംബം. ഹല്ലേലൂയ. ഈ നാമത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ഈ നാമം പ്രൊട്ടക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ ഈ നാമത്തിൽ ആശ്രയിക്കുന്ന നമ്മളെ ഈ നാമം പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ നാമത്തിൻ്റെ പ്രത്യേകത ഒന്ന്, ആമേൻ, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ ഈ നാമം, അല്ലെങ്കിൽ ഇത് സ്ട്രോങ് ആണ്, ഈ നാമം ഇത് സ്ട്രോങ് ടവറാണ് എന്ന് പറയാനുള്ള കാരണം ആമേ അവിടെ എഴുതിയിരിക്കുന്നു. ഫിലിപ്പിയർ 2:9 മുതൽ, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഇത് സകല നാമത്തിനും മേലായ നാമമാണ്. ആമേൻ. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ആമേൻ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. യേശു എന്ന നാമം ആമേ ബലമുള്ള ടവറാണ്, സ്ട്രോങ് ടവറാണ്. ആമേ, കാരണം സ്വർലോകർ, ആമേ ഭൂലോകർ, അധോലോകർ ഏവരുടെയും മുഴങ്കാൽ മടങ്ങുന്ന ഒരു നാമമുണ്ടെങ്കിൽ ആ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാണ്. ഈ പകലിൽ ആമേ യേശുപ്പാ എന്ന് വിളിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? ആ നാമത്തെ ഒന്ന് വിളിക്കാൻ, ആ നാമത്തിനൊന്ന് മുത്തം കൊടുക്കാൻ, ആ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? കൊലോസ്യ ലേഖനത്തിലും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആമേ 1:15 മുതൽ വായിക്കുമ്പോൾ, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. He is above all the name. Amen, amen. His name is above all other names, all other powers, other thrones and principalities. എല്ലാം, the visible and invisible, എല്ലാത്തിലും മേലായ നാമമാണ് ഈ നാമം. അതുകൊണ്ട് പറയുക, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. കമോൺ, ഈ പകൽ ആ കൃപാസനത്തിനരികെ ഓടിച്ചെല്ലുക. നിനക്ക് വേണ്ടുന്ന കൃപയും കരുണയും തരാൻ അവിടെ ആമേൻ പിതാവ് വെയിറ്റ് ചെയ്യുന്നു, അവിടെ യേശു വെയിറ്റ് ചെയ്യുന്നു. ആമേൻ. ആ യേശുവേ എന്ന് വിളിച്ച് ഓടിച്ചെല്ലുക. വലിയ കൃപകൾ നമ്മുടെ മേൽ ദൈവം പൊഴിക്കും. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രത്യേകാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുതുന്ന എക്സാമുകൾ, ബോർഡ് എക്സാമുകളുടെ മേലൊക്കെ കർത്താവ് കൃപ പകരും. രോഗത്തോടായിരിക്കുന്നവരുടെ മേൽ സൗഖ്യത്തിൻ്റെ കരം ചലിക്കുന്നു. ആമേൻ. ഭാരത്തോടായിരിക്കുന്നവരുടെ മേൽ സ്വർഗീയ സമാധാനം ദൈവം പകരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്വസ്ഥതയെ ദൈവം പകരുന്നു. വിരിച്ച ചിറകിൻ്റെ മറവിലാണ് നീ. ആമേൻ. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ലേ? ആമേൻ. സ്തോത്രം. ആ ചിറകിൻ്റെ കീഴിലാണ് നീ. ആ പ്രൊട്ടക്ഷൻ നിനക്കുണ്ട്. ആമേ, ഈ പകലിലും ആമേ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, യേശു എന്ന നാമം, അതാണ് നമ്മളുടെ ആമേൻ അഭയം, അതാണ് നമ്മളുടെ ടവർ. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ നാമത്തിങ്കിൽ ആമേൻ, സ്തോത്രം, ആമേൻ, സകല മുഴങ്കാലുകളും മടങ്ങും. ആമേൻ. ആ കർത്താവ് ഈ വചനങ്ങളാൽ ആമേൻ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ആ നാമത്തിലേക്ക്, ആ സ്ട്രോങ് ടവറിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. അതുകൊണ്ട് ആ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, യെസ് ലോർഡ്, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ,
പുകഴ്ത്തിയിടുമേ. ചെറുപാടിയെ ആയിരിക്കുന്നിടങ്ങളിൽ ഈ നാമം ബലമുള്ള നാമമാണ്. ഈ നാമം ബലമുള്ള ടവറാണ്, സ്ട്രോങ് ടവറാണ്. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമെന്നാണ്. ആ നാമത്തിലേക്ക് ഈ പകൽ ആ നാമത്തിന്റെ കീഴിൽ, ആ ടവറിന്റെ കീഴിലേക്ക് നമുക്ക് ഓടിക്കയറണം. നമുക്ക് അഭയം പ്രാപിക്കാം ശക്തിയോടെ. Yes, Lord. The name of the Lord is a strong tower, and the righteous run into it, and they are saved. Thank you. God bless you all. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് 9 മണി മുതൽ, today evening 9 PM onwards, we have that Zoom meeting. Please join. I will share that link also. Thank you.